സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡോമാൻ നിക്കോബാർ ഐലൻഡ്സ്. അവിടെയുള്ള ചില ദ്വീപുകളാണ് ശാരദ ദ്വീപ്, നീലം ദ്വീപുകൾ, സ്വരാജ് ഐലൻഡ്. ഇവിടേക്ക് പോകുന്നത് പോർട്ട് ബ്ലെയറിൽ നിന്നും കപ്പൽ മാർഗമാണ്. നല്ല രസമായ കപ്പൽ യാത്രയാണ് അത്. ആ കപ്പൽ യാത്രയിൽ നീലം ഐലൻഡിൽ നിന്നും തിരിച്ച് ആൻഡോമാൻ നിക്കോബാർ ഐലൻഡിൻ്റെ തലസ്ഥാനമായ പോർട്ട് ബ്ലെയറിലേക്ക് കപ്പലിൽ യാത്ര തുടരുകയാണ്. തദവസരത്തിൽ നീലിമയാർന്ന തുള്ളിച്ചാടുന്ന കൊച്ചു തിരമാലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ബംഗാൾ ഉൾക്കടലിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. ആ കടൽ മുഴുവനും കാണുവാൻ കഴിയുന്നത് നീലിമയാർന്ന കടൽ വെള്ളമാണ്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ യാത്ര ചെയ്ത ആ കപ്പലിൻ്റെ ഉൾവശമാണ്. 280 ആളുകൾക്ക് അതിൽ യാത്ര ചെയ്യുവാൻ കഴിയും. ആ കപ്പലിൻ്റെ ഉള്ളിലുള്ള ചില്ല് വളരെ കനം കുറഞ്ഞ നീല നിറത്തിലുള്ള ഒരു ചില്ലാണ്. അതുകൊണ്ട് പൂർണ്ണമായി വെളിച്ചം ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരികയില്ല. നീലം ഐലൻഡിൽ നിന്ന് കപ്പലിലേക്ക് യാത്രയ്ക്കുള്ള ആവശ്യമായ കാര്യങ്ങൾ കയറ്റുകയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാത്ര മുഴുവനും വളരെയധികം ചെറിയ ചെറിയ ദ്വീപുകളാൽ നിറഞ്ഞു നിൽക്കുന്ന വനമാണ് ഇവിടെ. ആൻഡോമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വളരെ 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 ഉയർന്ന ദൈർഘ്യമുള്ള മരങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. നമ്മുടെ ഇവിടെ ഉള്ളതുപോലെ ഒരു ഉരുള് പൊട്ടിയ ഒരു പ്രദേശമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ബംഗാൾ ഉൾക്കടലിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത്. വെള്ളിമേഘങ്ങളും നീലമേഘങ്ങളും എല്ലാം കാണുവാൻ രസമുള്ളതാണ്. കുഞ്ഞി തിരമാലകൾ വലിയ തിരമാലകളായിട്ടൊക്കെ രൂപാന്തരപ്പെട്ട് കടലിൻ്റെ മറുവശത്ത് നിൽക്കുന്ന വലിയ വനങ്ങളിൽ പോയി അടിക്കുന്നതും കണ്ടുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത്. കപ്പലിൻ്റെ ഏറ്റവും പുറകിൽ പോയി നിന്നാൽ കപ്പൽ പോകുന്ന ആ ചാലിലെ കപ്പലിൻ്റെ പുറകുവശത്തു നിന്നും പതഞ്ഞൊഴുകുന്ന കുതിച്ചോടുന്ന തിരമാലകൾ കാണുവാൻ അതിമനോഹരമാണ്. വലിയ ഉയർന്ന തിരമാലകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കപ്പൽ പോകുന്നത് എപ്പോഴും ആ വനപ്രദേശത്തിൻ്റെ ഏകദേശം അടുത്തുകൂടി കപ്പൽ ചാലിലൂടെയാണ്. വീണ്ടും കാണുന്നത് കപ്പലിൻ്റെ പുറകുവശത്ത് നിന്ന് തിരമാലകൾ അടിച്ചുയർന്ന് പോയിക്കൊണ്ടിരിക്കുന്നതാണ്.